മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദഖ ചോദിച്ചു കഴിയുമ്പോൾ പടച്ചവനെ ഒരു മത്സരം നടന്നു. സഹാബത്തിന്റെ ഇടയിൽ ഒരു മത്സരം നടന്നു. ആരൊക്കെയാണ് മത്സരിച്ചതെന്നറിയുമോ? പള്ളിയുടെ പ്രസിഡന്റ് ആകാനല്ല, എന്റെ പ്രിയപ്പെട്ടവരെ MPയോ MLAയോ വാർഡ് മെമ്പറോ ആകാനല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ 2 സ്വഹാബികൾ മത്സരിക്കുകയാണ്. ആരാണ് മത്സരിച്ചത്? മദീനത്ത് പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്ന 2 സ്വഹാബികളുണ്ട്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ചാരത്ത് കിടക്കുന്ന മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. 2 പേരും പടച്ചവരെ അവിടെന്ന് മത്സരിച്ച ചരിത്രം അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു തരികയാ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, സ്വഹാബ, അല്പം സമ്പത്തിന്റെ ആവശ്യമുണ്ട് സ്വഹാബ, കുറച്ചു പണത്തിന്റെ ആവശ്യമുണ്ട് സഹാബ, വീട്ടിൽ പോയി ഉള്ളതെടുത്തു കൊണ്ടുവരാൻ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോൾ സ്വഹാബികൾ ഇറങ്ങി ഓടുകയാണ്. പടച്ച റബ്ബേ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെന്ന് ചിന്തിക്കുന്നു, അല്ലാ, എപ്പോഴും അബൂബക്കറാണ് വിജയിക്കുന്നത്, ഒരിക്കലെങ്കിലും എനിക്ക് അബൂബക്കറിനെ ഒന്ന് പരാജയപ്പെടുത്തണം തമ്പുരാന്. അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് കടന്നുപോയി തന്റെ സമ്പാദ്യം മുഴുവനും എടുത്ത് 2ആയിട്ട് വിഹിതം വെച്ചു. എന്നിട്ട് ആ സമ്പാദ്യത്തിന്റെ നേർ പകുതിയുമായി ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് കടന്നു വന്നു. സമ്പാദ്യത്തിന്റെ പകുതി കൊണ്ടുവന്ന് മുത്തുനബിയുടെ മുന്നിൽ വെച്ച് കൊടുത്തിട്ട് അവിടെന്ന് പറഞ്ഞു, നബിയേ, എന്റെ സമ്പാദ്യത്തിന്റെ പകുതി ഇതാ ഞാൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി തന്നിരിക്കുകയാ. എപ്പോ നോക്കിയാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എപ്പോഴും വിജയിക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് തോന്നി, പടച്ചവനെ ഒരിക്കലെങ്കിലും ഈ ചങ്ങാതി ഒന്ന് തോപ്പിക്കണം. അതുകൊണ്ട് നേരെ വീട്ടിൽ പോയി സമ്പാദ്യത്തിന്റെ പകുതി 2ആയിട്ട് വിഹിതം വെച്ചു. ഒരു വിഹിതം വീട്ടിൽ വെച്ചു, 2ാമത്തെ വിഹിതം എടുത്തുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. എന്നിട്ട് ഉമർ തങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുക അബൂബക്കർ തങ്ങൾ വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വരുന്നത് കാത്തു നിൽക്കുക. അബൂബക്കർ തങ്ങൾ ഒരു ചെറിയ ഒരു കിഴിയുമായിട്ട്, ചെറിയ ഒരു സദക്കയുമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചുകൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടുത്തു പോയി നിന്നു. എന്താ കൊണ്ടുവന്നതെന്ന് അറിയണമല്ലോ. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ, വീട്ടിൽ ഇനി എന്തോ ഉണ്ട്? അബൂബക്കറെ, ഇനി നിന്റെ വീട്ടിൽ എന്തോ ഉണ്ട്? അവിടെ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹു വ റസൂലു, അല്ലാഹും അവന്റെ പ്രവാചകനും അല്ലാതെ വേറെ ഒന്നുമില്ല. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. കൊടുക്കുന്ന കാര്യത്തിൽ അവരങ്ങനെ. സദക്ക കൊടുക്കുന്ന സമയത്ത്, ഹിജറ പോകുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തൻ്റെ സമ്പാദ്യം മുഴുവൻ എടുത്ത് മുത്തുനബിക്ക് കൊടുത്തു. അപ്പോൾ അബൂബക്കർ തങ്ങളുടെ പിതാവ് അബൂ ഖുഹാഫ മുസ്ലിം ആയിട്ടില്ല, വീട്ടിൽ കയറിപ്പോയി. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തൻ്റെ പ്രിയപ്പെട്ട മകളോടും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മകളോടും ഭാര്യയോടും ചോദിച്ചു, അവൻ എല്ലാം കൊണ്ട് മുഹമ്മദിന് കൊടുത്തോ? ചോദിച്ചേ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും കൊണ്ടുപോയി മുഹമ്മദിന് കൊടുത്തോ? വീട്ടിൽ നിങ്ങൾക്കൊന്നും വെച്ചില്ലേ? ആ സമയത്ത് അവിടെ നിന്ന് പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ ഒരു ചെറിയ സഞ്ചി എടുത്തിട്ട് പറഞ്ഞു, ഇത്രയും ഇവിടെ വെച്ചിട്ടാ പോയെന്ന്. ഒരു ചെറിയ സഞ്ചി എടുത്ത് കാണിച്ചിട്ട് പറയുക, ഇത്രയും ഇവിടെ വെച്ചിട്ടാ പോയത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു ചരൽക്കല്ലുകളായിരുന്നു അത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ ആയിരുന്നു മുൻഗാമികളുടെ ചരിത്രങ്ങൾ. അങ്ങനെ